ഇണ്ടറിയപ്പം, കൽത്തപ്പം, പെസഹാപ്പാൽ, പെസഹ ഭക്ഷണം ഇതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ നസ്രാണികൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ ഭക്താനുഷ്ഠാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. വിശുദ്ധവാരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പെസഹ തിരുനാളിൽ പള്ളിയിലെ ആഘോഷങ്ങൾക്ക് പുറമെ വീടുകളിലും പ്രത്യേക ആഘോഷങ്ങളുണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ടതായിരുന്നു പെസഹ അപ്പം മുറിക്കലും പാലുകുടിക്കലും. യഹൂദ പാരമ്പര്യമനുസരിച്ച് കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ പെസഹ അത്താഴം കഴിച്ചിരുന്നതിൻ്റെ ഓർമ്മയും പാരമ്പര്യവുമാണ് നസ്രാണികളുടെ പെസഹ അപ്പം മുറിക്കൽ. ഇസ്രായേൽ ജനത്തിൻ്റെ പെസഹ ഭക്ഷണം കുടുംബനാഥന് പ്രത്യേക സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരുന്നു. അതുപോലെ നസ്രാണികളുടെ പെസഹ അപ്പം മുറിക്കലും കുടുംബനാഥനാണ് പ്രാധാന്യം. പെസഹ ദിവസം വൈകിട്ട് വീടുകളിലുണ്ടാക്കുന്ന പെസഹ അപ്പത്തിൻ്റെ പേരാണ് ഇണ്ടറിയപ്പം അഥവാ ഇൻട്രിയപ്പം. പെസഹ അപ്പവും പെസഹ പാലും ഉപയോഗിച്ച് പെസഹ ഭക്ഷണം കഴിക്കുന്ന ആചാരം എന്നു മുതലാണ് നസ്രാണികൾ ആചരിച്ചു തുടങ്ങിയത് എന്ന് സ്ഥാപിക്കാൻ യാതൊരു രേഖയും ലഭ്യമല്ല. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പേ പുരാതന കാലം മുതൽ പെസഹ ഭക്ഷണം കഴിക്കുന്ന പതിവ് നസ്രാണികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാരും, എന്നാൽ യൂറോപ്യൻ ആഗമനത്തിന് ശേഷം രൂപപ്പെട്ട ആചാരം മാത്രമാണിതെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. എന്തുതന്നെയായാലും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരമാണ് ഇത് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇണ്ടറിയപ്പത്തിൻ്റെ ഉത്ഭവ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരന്മാരുടെ ഇടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത്. ഇണ്ടറി ഉൾപ്പെടെയുള്ള പല ഭക്ഷണ പദാർത്ഥങ്ങളും കേരളത്തിൽ നസ്രാണികളുടെ ഇടയിൽ പ്രചരിച്ചത് കേരളത്തിൽ കുടിയേറിപ്പാർത്ത ക്രൈസ്തവരിൽ നിന്നാണെന്നും യഹൂദ ക്രൈസ്തവരിൽ നിന്നാണ് ഇൻട്രിയപ്പം എന്ന പലഹാരത്തിൻ്റെ ഉത്ഭവമെന്നും കുറുപ്പം വീട്ടിൽ ഗോപാലപിള്ള അഭിപ്രായപ്പെടുന്നുണ്ട്. മാടമ്പി പലഹാരം എന്നുകൂടി അറിയപ്പെടുന്ന കൊഴുക്കട്ടയായിരുന്നു കേരളത്തിലെ ആദ്യകാല പലഹാരമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടു വിധത്തിലുള്ള പെസഹ അപ്പമാണ് സാധാരണയുള്ളത്. ചില സ്ഥലങ്ങളിൽ പെസഹ അപ്പമായി ഇണ്ടറിയപ്പവും ചില സ്ഥലങ്ങളിൽ കലത്തപ്പവുമാണ് ഉപയോഗിക്കുന്നത്. രണ്ടും രണ്ടു വിധത്തിലാണ് തയ്യാറാക്കുന്നത്. അരിയും ഉഴുന്നും ചേർത്ത് വട്ടയപ്പം പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയെടുക്കുന്ന അപ്പമാണ് ഇണ്ടറിയപ്പം. ഇതിനെ ചിലർ ഇൻട്രിയപ്പം എന്നും വിളിക്കും. ചില സ്ഥലങ്ങളിൽ ഇൻട്രിയപ്പത്തിൽ അല്പം മധുരം ചേർക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ മധുരം തീർത്തും ഒഴിവാക്കും. പകരം തേങ്ങ അരച്ചു ചേർക്കും. ഉഴുന്നും അരിയും ചേർത്ത് അരച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന മറ്റൊരു അപ്പമാണ് ഇഡ്ഡലി അഥവാ ഇഡലി. എന്നാൽ രണ്ടിൻ്റെയും ചേരുവകൾ ഒന്നാണെങ്കിലും രണ്ടും ആവിയിൽ പുഴുങ്ങിയാണ് പാകപ്പെടുത്തുന്നത് എങ്കിലും രണ്ടും രണ്ടാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ ക്രൈസ്തവരല്ലാതെ മറ്റാരും ഇപ്രകാരം രണ്ടു തരം അപ്പം ഉണ്ടാക്കുന്നില്ല. ഇഡലി പ്രധാനമായും പ്രഭാത ഭക്ഷണമായി മലയാളികളും തമിഴരും കഴിക്കുന്ന ഭക്ഷണമാണ്. എന്നാൽ ഇൻട്രിയപ്പമാകട്ടെ പെസഹ തിരുനാളിൽ മാത്രം ഉണ്ടാക്കുന്നതും തീർത്തും മതപരമായ ആഘോഷത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്നതുമാണ്. ഇൻട്രിയപ്പത്തിന് ആ പേര് ലഭിക്കാൻ കാരണം 4 അക്ഷരങ്ങളാണ്. പെസഹ വ്യാഴാഴ്ച വൈകിട്ട് തയ്യാറാക്കുന്ന ഈ അപ്പത്തിൻ്റെ മുകളിൽ ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന വെഞ്ചിരിച്ച കുരുത്തോല കൊണ്ട് INRI എന്നീ 4 അക്ഷരങ്ങൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. ഔദ്യോഗികമായി മുറിക്കുന്ന അപ്പത്തിന്മേലാണ് കുരുത്തോല കൊണ്ട് INRI എഴുതി വയ്ക്കുക. എന്നാൽ മറ്റപ്പങ്ങളുടെ മേൽ കുരുത്തോല കൊണ്ട് കുരിശുണ്ടാക്കി വയ്ക്കുകയാണ് പതിവ്. കുരുത്തോല വെട്ടി INRI അക്ഷരങ്ങൾ വയ്ക്കുന്നതിനാലാണ് ഇതിനെ ഇൻട്രിയപ്പം എന്ന് വിളിക്കുന്നത്. INRIയുടെ ഒരുമിച്ചുള്ള കൂട്ടിയുള്ള വിളിയാണ് ഇൻട്രി. ഇൻട്രിയപ്പം ഉച്ചാരണം ലോപിച്ചാണ് ഇൻഡറിയപ്പമായി മാറിയത്. INRI എന്നീ 4 അക്ഷരങ്ങൾ ക്രിസ്തുവിൻ്റെ കുരിശിന് മുകളിൽ എഴുതി വച്ചിരുന്ന വിധിവാചകത്തിൻ്റെ ചുരുക്കെഴുത്താണല്ലോ. യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ എന്ന് കുരിശിന് മുകളിൽ അരമായ, ഗ്രീക്ക്, ലത്തീൻ എന്നീ 3 ഭാഷകളിൽ എഴുതി വച്ചിരുന്നു. ഇതിൽ ലത്തീൻ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന വിധിവാചകത്തിൻ്റെ ചുരുക്കെഴുത്തായ INRI ആണല്ലോ സാധാരണയായി കുരിശുരൂപത്തിന് മുകളിൽ എഴുതി വച്ചിരിക്കുന്നത്. യേശുവിൻ്റെ കാലഘട്ടത്തിനും വളരെ മുമ്പ് തന്നെ പലസ്തീനും മറ്റും റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. റോമാക്കാരുടെ ഔദ്യോഗിക ഭാഷയും പലസ്തീനായിലെ ഭരണഭാഷയും ലത്തീനായിരുന്നതിനാൽ അക്കാലത്ത് പലസ്തീനായിലുണ്ടായിരുന്നവർക്ക് ലത്തീൻ അജ്ഞാതമായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ കുരിശിലെ വിധിവാചകം INRI നസ്രാണികൾക്കും അജ്ഞാതമായിരുന്നില്ല. കാരണം സുവിശേഷത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയമായതിനാലും അത് ഓരോ ക്രൈസ്തവൻ്റെയും പഠനധ്യാന പ്രസംഗ വിഷയം ആയിരുന്നു എന്നതിനാലും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നെറ്റിയിൽ INRI എന്ന് എഴുതി അഥവാ യഹൂദന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ എന്നെഴുതി ഉറങ്ങാൻ കിടക്കണം എന്ന് തലമുറകളായി
പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും വരുന്ന പാരമ്പര്യം നസ്രാണികൾക്കിടയിലുണ്ടായിരുന്നു. ഇന്നും ആ പതിവ് തുടരുന്നവരുണ്ട്. ചില പുരാതന കൽക്കുരിശുകളിലും മരക്കുരിശുകളിലും INRI കൊത്തിയിരിക്കുന്നത് കാണാം. പോർട്ടുഗീസുകാരുടെ ആഗമനത്തിന് ശേഷം കേരളത്തിൽ പ്രചരിച്ച എല്ലാ കുരിശുരൂപങ്ങളിലും തലയ്ക്ക് മുകളിൽ INRI എഴുതിയ പലകകളുണ്ട്. ചുരുക്കത്തിൽ കുരിശിൽ എഴുതി വെച്ച ഈ വിധിവാചകം എഴുതി വയ്ക്കുന്നതിനാലാണ് ഇൻട്രിയപ്പം എന്ന പേര് പെസഹാപ്പത്തിന് ലഭിക്കാൻ കാരണം. ചില സ്ഥലങ്ങളിൽ ഇൻട്രിയപ്പത്തിന് പകരം കൽത്തപ്പമാണ് പെസഹാപ്പമായി തയ്യാറാക്കുന്നതും മുറിക്കുന്നതും. ഹീബ്രു അരമായ ഭാഷകളിലുള്ള വാക്കാണ് കൽത്ത് എന്നുള്ളത്. ഹല എന്ന ഹീബ്രു ധാതുവിന് പൊരിക്കുക, വറുക്കുക എന്നീ അർത്ഥങ്ങളാണുള്ളത്. ചുട്ടെടുക്കുന്ന അപ്പം എന്ന അർത്ഥത്തിലാണ് കൽത്തപ്പം അഥവാ ഹൽത്തപ്പം എന്ന പേരുണ്ടായത്. അല്പം പ്രയാസപ്പെട്ട പണിയാണ് കൽത്തപ്പം ചുട്ടെടുക്കൽ. ഉഴുന്നും അരിയും തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂട്ടിച്ചേർത്താണ് കൽത്തപ്പം തയ്യാറാക്കുന്നത്. അടിയിലും മുകളിലും ഒരുപോലെ തീ കത്തിച്ചാണ് അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പം ചുടുന്ന പാത്രത്തിൻ്റെ അടിയിലും അപ്പത്തിൻ്റെ മുകളിൽ മറ്റൊരു പാത്രം കൊണ്ട് മൂടി അതിൻ്റെ മുകളിലും തീ കത്തിച്ച് പ്രത്യേക രീതിയിൽ ചുട്ടെടുക്കണം. കൽത്തപ്പം ചുട്ടെടുക്കൽ ആയാസമുള്ള പണിയായതിനാൽ എളുപ്പപ്പണിയായ ഇൻട്രിയപ്പമാണ് സാധാരണയായി വീടുകളിൽ തയ്യാറാക്കുന്നത്. പെസഹാപ്പത്തോടൊപ്പം പെസഹ പാലും ഭക്ഷിക്കുന്ന പതിവുണ്ട്. തേങ്ങാപ്പാലും വറുത്തെടുത്ത അരിപ്പൊടിയും മധുരവും ചേർത്ത് കുറുക്കി വേവിച്ചെടുക്കുന്ന വിഭവമാണ് പെസഹാപ്പാൽ. പെസഹാപ്പം മുറിച്ച് പെസഹാപ്പാലിൽ മുക്കിയാണ് സാധാരണ പെസഹ ആചരണം നടത്തുന്നത്. പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ പെസഹ ആചരണത്തിൻ്റെയും ഈശോയുടെ സെഹിയോൻ ഊട്ടുശാലയിലെ പെസഹ ആചരണത്തിൻ്റെയും സ്മരണകൾ പുതുക്കുന്നതിന് വേണ്ടിയാണ് നസ്രാണികൾ പെസഹാപ്പവും പെസഹാപ്പാലും തയ്യാറാക്കി ഭക്ഷിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച രാത്രിയിൽ അത്താഴത്തിന് ശേഷം കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലിയ ശേഷം കുടുംബനാഥൻ പെസഹാപ്പം മുറിച്ച് പെസഹാപ്പാലിൽ മുക്കി കുടുംബാംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. ഈ പതിവ് നസ്രാണി കുടുംബങ്ങളിൽ ഇന്നും തുടരുന്നുണ്ട്. കേരളത്തിൽ മിഷൻ പ്രവർത്തനത്തിയ പ്രസിദ്ധനായ അർണോസ് പാതിരി എന്ന ഈശോസഭാ വൈദികൻ 1721 1732 ഇടയിൽ രചിച്ച പുത്തൻപാന എന്ന കവിതാ സമാഹാരം നസ്രാണികളെ ഏറെ ആകർഷിച്ചു. ആകയാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മുതൽ വലിയ നോമ്പിൽ നസ്രാണികൾ പുത്തൻപാന വായിക്കാൻ തുടങ്ങി. ഇത് ഈണത്തിൽ ഉച്ചത്തിൽ പാടി ധ്യാനിക്കുക എന്നത് നോമ്പുകാലത്തെ പ്രത്യേകിച്ചും വിശുദ്ധ വാരത്തിലെ ഒരു പ്രധാന ആചാരമായി മാറിയിരുന്നു. പെസഹ വ്യാഴാഴ്ച പുത്തൻപാന വായിക്കുക, പെസഹാപ്പവും പെസഹാപ്പാലും ഭക്ഷിക്കുക എന്നത് 19-20 നൂറ്റാണ്ടുകളിൽ വലിയ ആചാരാനുഷ്ഠാനമായിരുന്നു. പെസഹാപ്പത്തിലും പാലിലും പറ്റുന്നതിന് നസ്രാണികൾ തങ്ങളുടെ ചുറ്റുമുള്ള അയൽവക്ക വീടുകളിലും ജ്യേഷ്ഠാനുജ ഭവനങ്ങളിലും ആ രാത്രിയിൽ പോവുകയും പാന വായിക്കുകയും അപ്പവും പാലും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മരണപ്പെട്ട വീടുകൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ അപ്പവും പാലും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീടുകളിൽ ഈ അപ്പവും പാലും കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. കാലങ്ങൾ കടന്നുപോയപ്പോൾ പാനവായനയും ഇതര വീടുകളിലെ സന്ദർശനങ്ങളും എന്തിനേറെ പെസഹ അപ്പം മുറിക്കൽ പോലും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്.